ഹായ് ഹലോ ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അർച്ചന ചേച്ചിയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് എൻ്റെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ അർച്ചനയും വിജയശങ്കറും കോടതിയിൽ ഏറ്റുമുട്ടാനായിട്ട് തയ്യാറാവുന്നുണ്ട്. ആ ഒരു വാശിയേറിയ പോരാട്ടം തന്നെയാണ് ആ കോടതി മുറിയിൽ നടക്കുന്നത്. അർച്ചന ഒട്ടും പകച്ചു നിൽക്കാതെ തൻ്റെ അറിയാവുന്ന നിയമവശങ്ങളെല്ലാം കൈവശപ്പെടുത്തി എന്തായാലും ഗീതുവിന് നീതി വാങ്ങിക്കൊടുക്കണം, അത് തൻ്റെയും കൂടി ആവശ്യമാണ്. കൂടാതെ വിജയശങ്കറിനെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം, തൻ്റെ മിടുക്ക് തെളിയിക്കാൻ കിട്ടിയ ഒരു അവസരം, അതൊരിക്കലും പാഴാക്കില്ല എന്ന് തന്നെയാണ് ഉറച്ച തീരുമാനമായിട്ട് അർച്ചന വിജയശങ്കറിനെ വെല്ലുവിളിച്ച് ആ കോടതി മുറിയിൽ നമ്മുടെ ഗീതുവിന് വേണ്ടി വാദിക്കുന്നത്. അങ്ങനെ ഗീതുവിനെ കോടതിയിലേക്ക് ഹാജരാക്കാനായിട്ട് നമ്മുടെ അർച്ചന കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. മുഖം മറച്ച് നമ്മുടെ ഗീതു അവിടേക്ക് എത്തുന്നുണ്ട്. കൂടാതെ ആ കുറ്റവാളികളെയും ആ കോടതി മുറിയിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ ചോദ്യവിസ്താരണകൾ തുടങ്ങുന്ന സമയത്ത് വിജയശങ്കർ പലതും കെട്ടിച്ചമഞ്ഞുണ്ടാക്കി പറയുന്നുണ്ട്. ഇത് വെറും ഒരു വ്യാജ പ്രചരണത്തിന് വേണ്ടിയിട്ട് ഈ അർച്ചന തന്നെ ഉണ്ടാക്കി എടുത്ത ഒരു മെനഞ്ഞ ഒരു കഥയാണ്, അല്ലാതെ ഈ കുട്ടി ഒരു രീതിയിലും അതിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നൊക്കെ വാദിച്ച് കോടതിയെ വിശ്വസിപ്പിക്കാനായിട്ട് ഒരുപാട് പരിശ്രമം നടത്തുന്നുണ്ട് വിജയശങ്കർ. ആ സമയത്ത് തന്നെ ഗീതു പറയുന്നുണ്ട്, അല്ല, ഈ പറയുന്നതൊന്നും അല്ല ശരി, എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം, എനിക്ക് നീതി വാങ്ങി തന്നേ പറ്റൂ എന്നുള്ള രീതിയിൽ അർച്ചന കൊടുത്ത ആ ഒരു ആത്മവിശ്വാസം കൊണ്ട് ഗീതുവും അവിടെ നല്ല രീതിയിൽ തന്നെ തനിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റി പറയുന്നുണ്ട് കോടതിക്ക് മുന്നിൽ. അത് അവിടുത്തെ ജഡ്ജിക്ക് ബോധ്യപ്പെടുന്നുമുണ്ട്. കൂടാതെ അർച്ചന പറയുന്നുണ്ട്, എൻ്റെ ആവശ്യം മജിസ്ട്രേറ്റ് കണക്കിലെടുക്കണം. കാരണം ഒരു നിരപരാധിയായ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു ക്രൂരമായിട്ടുള്ള രീതിയിൽ പിടിക്കപ്പെട്ടു. ഇത് നാളേക്ക് വേറെ കുട്ടികൾക്കും ഉണ്ടാവാം. ഇങ്ങനെയുള്ള ആഭാസന്മാർ ഈ സമൂഹത്തിൽ ഇനിയുണ്ട്. പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പേരിൽ അവർ ഇതിൽ നിന്ന് ഉടനടി രക്ഷപ്പെടുകയും ചെയ്യും. പക്ഷേ അതിന് ഈ ഒരു കേസ് വഴിയൊരുക്കരുത്. നിയമത്തിന് മുന്നിൽ ഇവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, ഗീതുവിന് നീതി കിട്ടുക തന്നെ വേണം എന്ന് അർച്ചന ഉറച്ചു പറയുന്നുണ്ട്. വിജയശങ്കറിൻ്റെ ഒരു പോയിന്റുകളും അവിടെ വില പോവാത്തത് കൊണ്ട് ആളാകെ അമളി പറ്റിയ പോലെ നിൽക്കുന്നുണ്ട്. കാരണം എന്തെന്ത് ലോകൾ പറഞ്ഞാലും അതെല്ലാം അർച്ചന അതിനെ കറക്കി തിരിച്ച് അതിന് നേരായ രീതിയിൽ അത് പറഞ്ഞ് കോടതിയെ ബോധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിജയശങ്കറിൻ്റെ ഒരു പദ്ധതികളും അവിടെ നടക്കാതെ എല്ലാം പൊളിച്ചടുക്കുന്നുണ്ട് നമ്മുടെ അർച്ചന. അങ്ങനെ ആ ഒരു കേസ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാറ്റി വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് അർച്ചനയും അതുപോലെ തന്നെ വിജയശങ്കർ പുറത്തുനിന്ന് കാണുന്നുണ്ട്. എടി, നിന്നെ ഞാൻ എന്തായാലും വെറുതെ വിടാൻ പോകുന്നില്ല, എന്തായാലും ഈ കേസ് ഞാൻ തന്നെ ജയിച്ചിരിക്കും, ആ പ്രതിക്ക് വേണ്ടി ഞാൻ വാദിച്ച് ജയിക്കും, അവൻ ശിക്ഷിക്കപ്പെട്ടില്ല, അത് ഞാൻ ശിക്ഷ അനുഭവിക്കുന്ന പോലെയാണ്, അത് എൻ്റെ തോൽവി പോലെയാണ്, എൻ്റെ തോൽവി എന്നെ ചവിട്ടി നീ ആളാവാൻ നോക്കണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ അർച്ചന പറഞ്ഞു, ആ കാണാം, ആര് ജയിക്കും ആര് തോൽക്കുമെന്ന് കാണാം, ഇതെന്തായാലും വാശിയേറെ പോരാട്ടം തന്നെയാണ്, ഇതിലൊക്കെ ഒരു രസമുണ്ട് തന്നെ തോൽപ്പിക്കാൻ പറ്റുന്നതിലും എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന.